ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു പുതുപുത്തൻ വീടാണ്ട. അതിന് ടാർ റോഡ് ഫ്രണ്ടേജ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം അടുത്ത്. അതായത് വീടിന്റെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ബസ് പോകണ കാണാൻ പറ്റും. കണ്ട എന്താ ഒരു ലുക്ക് നോക്കി, ന്യൂ മോഡലിൽ ഫിനിഷ് ചെയ്തേക്കണ വീടാണ്. അപ്പോൾ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഈ വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടല്ല കേട്ടോ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിതൊരു വീടാണ്. കണ്ടാ നല്ല വിശാലമായ ഒരു കാർ പോർച്ച് ഉണ്ട്. സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ഫ്രണ്ടൊക്കെ ചെടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ഒന്ന് വളർന്ന് ഒന്ന് വരുമ്പോഴൊക്കെ ഉണ്ടല്ല ഈ വീടിന്റെ ലുക്കേ മാറും. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ട്, കാരണം അതിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. കാരണം ഇതിൻ്റെ അകത്ത് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ചെയ്യണമെങ്കിൽ ഇതൊന്നും കാണാൻ പറ്റൂല. ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തോട്ട് കയറാം. അകത്ത് കുറേ ഐറ്റംസ് ആണ്. ഈ വീട് ഫിനിഷ് ചെയ്തേക്കണ അത്രയും സെറ്റപ്പിലാണ്. നിങ്ങളിപ്പോൾ അകത്തോട്ട് കയറി അത് കാണുമ്പോൾ മനസ്സിലാക്കണം. സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ഡോറൊക്കെ കണ്ട അത്യാവശ്യം കൊത്തുപണിയും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനൊക്കെ കൊടുത്തേക്കാണ്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ. ലിവിങ് ഏരിയയിലേക്ക് സെറ്റപ്പ് നോക്കിയാണ്. ഇറ്റാലിയൻ മാർബിൾ ഇട്ടേക്കുന്ന ഫ്ലോറും കാര്യങ്ങളൊക്കെ സീലിംഗ് വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല ഗുഡൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കോർട്ട്യാർഡ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ഷോ വാളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അകത്തോട്ട് കയറുമ്പോഴാണ് ഇതിൻ്റെ കാഴ്ചകൾ. കാരണം ഇതിൻ്റെ സ്റ്റെയർ കേസ് ഉണ്ട്, തടിയിലാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ്. അത് വേറൊരു ലുക്കിലാണ് ചെയ്ത് വെച്ചേക്കണം. നിങ്ങൾ കണ്ടോട്ടാ. ഈ വീടിൻ്റെ ഒരു ഇൻറ്റീരിയറാണ് ഇതിൻ്റെ സ്റ്റെയർ കേസാണ് ഈ കാണുന്നത്. അത് മുകളിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഭംഗിയാണ്. ഇത് നിങ്ങളുടെ ടി വി ഏരിയ കണ്ട നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിലും അത്യാവശ്യം നല്ല ലുക്കിലൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങളെ ഡൈനിങ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ വാഷ് കൗണ്ടർ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത വാഷ് കൗണ്ടറാണ് ഈ വീടിനുള്ളത്. എല്ലാം തടിയാണ്ട. ഇവിടെയും ഒരു കബോർഡും കാര്യങ്ങളും ഒരു ഷെൽഫൊക്കെ കൊടുത്തിട്ടുണ്ട്. എവിടെ നോക്കിയാലും നല്ല എക്സിക്യൂട്ടീവ് ലുക്കാണ്. ഇനി നിങ്ങൾ കിച്ചൻ്റെയൊക്കെ വലിപ്പം കണ്ട ഇത്രയും സ്ഥലം ഫ്രീ ആയിട്ട് തന്നെ ഉണ്ട്. ഇനി ഇവിടെ കബോർഡും കിച്ചൺ കബോർഡ് കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയാണ് കണ്ട എങ്ങനെയുണ്ടെന്ന് നോക്കി. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചിമ്മിനി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട ഇത്രയും ഏരിയ ഫ്രീ ആയിട്ട് തന്നെ ഉണ്ട് കിച്ചൻ്റെ അകത്ത്. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് കിച്ചൺ ഉണ്ട് കേട്ടോ. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ. ഇതും അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടേക്കണെയാണ്. വലിയൊരു സിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. താഴത്തും കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ്. നിങ്ങളെ തീ കത്തിക്കാനുള്ള അടപ്പ് അവിടെ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയാണ്. കാരണം പുകയും കരിയും ഒന്നും പിടിക്കാണ്ടിരിക്കാനാണ്. നമ്മൾ ടൈലൊട്ടിച്ച് ഞങ്ങൾക്ക് തൂത്ത് കഴിഞ്ഞാൽ പോകും. വീടിൻ്റെ ബാക്ക് ഒരിക്കലും പറ്റാത്തൊരു കിണറാണ് ഇവിടെ ഉള്ളത്. വലിയൊരു കിണർ, മഴ പൊടിയണാറാണ് അങ്ങോട്ട് പോവാഞ്ഞത്. ഇവിടെ ഒരു മങ്കോസ്റ്റിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് അലക്കണ കല്ലുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ മുകളിലുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമുക്ക് വിറക കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കണമെങ്കിൽ അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. അങ്ങാടും സ്ഥലമുണ്ട്. 10 സെൻറ്റ് സ്ഥലമുണ്ട്. 2960 സ്ക്വയർ ഫീറ്റ് വീടും. ഇനി നമുക്ക് ഒരു ബെഡ്റൂമായിട്ട് കാണാം. കാരണം ഇതിൻ്റെ ബെഡ്റൂമൊക്കെയാണ് എല്ലാം നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അതിനനുസരിച്ചുള്ള കബോർഡ് ഉണ്ട്. നല്ല ലുക്ക് കബോർഡ്, തടിയും കൊണ്ടുള്ള കബോർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഡ്രസ്സിങ് ടേബിളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ബാത്റൂമൊക്കെ കണ്ട എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്. ബാത്റൂമിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയലാണ്. ടൈലും അതേപോലെ തന്നെ. നിങ്ങൾ ഈ വീട് വന്നൊന്ന് കാണണം. കണ്ടു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഈ വീടിൻ്റെ ലുക്ക് എന്താണെന്ന്. അത്രയും എക്സിക്യൂട്ടീവ് ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീടാണ്. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുള്ളത്. ഈ ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കിക്കോട്ടെ നിങ്ങൾ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അതേപോലെ തന്നെ കബോർഡ് എല്ലാത്തിനും വുഡൻ ഫിനിഷിങ്ങാണ് കൊടുത്തേക്കണം. കാരണം ആ ഒരു ലുക്കിൽ ഫിനിഷ് ചെയ്തേക്കണം പറഞ്ഞു. ഇവിടെ ഒരു മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് അത് കൊടുത്തേക്കണം. ഇത് നിങ്ങളുടെ ബാത്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ്.
എല്ലാവരും നല്ല ബ്രാൻഡഡ് മെറ്റീരിയലും. അത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിയുമ്പോഴാണ് നിങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോ കാണുന്നതിലും വൺ സെറ്റപ്പാണ് ഇത് നേരിട്ട് കാണുമ്പോൾ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലത്തെ നിലയില കാഴ്ചകൾ പോയി കാണാം. കണ്ടോ, സ്റ്റെയർ കേസ് ഉണ്ട്, തടിയിലേക്ക് കനം കണ്ട, ഒറ്റ തടിയിലാണ് പണിതിട്ടേക്കണ. കണ്ടോ, നല്ല സെറ്റപ്പായിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ടോ. ലാൻഡിങ് വരെ ഫുള്ള് തടിയാണ്. കണ്ടോ, അതിൻ്റെ സൈഡൊക്കെ കണ്ടോ കംപ്ലീറ്റ് തടിയും കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്ത് വെച്ചേക്കണാണ്. മുകളിലുണ്ട് കാണാൻ വേണ്ടി ഒരുപാട് കാഴ്ചകൾ. കാരണം വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലുക്ക് ഒരു വീടാണ്. കാരണം ഇവര് വിൽക്കാൻ വേണ്ടി പണിതൊരു വീടല്ലേ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ്. ഇത് ഒരു ബെഡ്റൂം. ഇനി ഈ ബെഡ്റൂമിന്റെ ബാത്റൂം കാണാം. ഇതിന്റെ കബോർഡ് എല്ലാവരും ഞാൻ പറഞ്ഞില്ല വുഡൻ ഫിനിഷിങ് തന്നെയാണ് കൊടുത്തേക്കണം. ഇതിനുണ്ട് അതേപോലെ തന്നെ എല്ലാ റൂമിനും ഇതേപോലെ കബോർഡ് ഉണ്ട്. ഇനി ഇതിന്റെ ബാത്റൂം നിങ്ങൾ എല്ലാം കണ്ടോളുണ്ട്. കാരണം ഇതേ കൊടുത്ത വീടൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒത്തുവരുള്ളൂ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കോളണം. ഇതേ കൊടുത്ത വീടൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള വീട് വരുമ്പോൾ തന്നെ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക, വാങ്ങാം. ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് പോയി കാണാം. ഇനി ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്. ഇവിടെയാണ് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അത് വലിയൊരു ഏരിയ ഉണ്ട്. ഡ്രസ് വർക്കൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പാക്കി വെച്ചേക്കുന്നത്. കാരണം ഇവിടെ വെള്ളമോ കാര്യങ്ങളൊന്നും വീഴൂല. കണ്ടതേ, ഇവിടെയാണ് നിങ്ങൾക്ക് വാഷിംഗ് മെഷീനും ഇതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു ഏരിയ. കണ്ടതേ, ഇവിടെ വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടിയുള്ള പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതേ മുകളിൽ പൈപ്പ് ഉണ്ട്, പൈപ്പ് കണക്ഷൻ ഉണ്ട്, കറണ്ട് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ വാഷിംഗ് മെഷീൻ അവിടെ സെറ്റ് ചെയ്യുക, ഇവിടെ തന്നെ തുണിയൊക്കെ ഉണക്കാനും ഇടാം. അപ്പോൾ എങ്ങും എടുത്തുകൊണ്ട് പോകേണ്ട കാര്യമില്ല. എല്ലാവരും നല്ല എന്താ പറയുക, നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കൊണ്ട വീടാണ് എല്ലാ കാര്യങ്ങളിലും. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, മുകളിലത്തെ നിലയില രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇതിനും അതുപോലെ തന്നെ കബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സിങ് കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. ഇതിനാണെങ്കിൽ ഇത്തിരി കൊണ്ട് വലിയൊരു ബാത്റൂമാണുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയൊരു ബാത്റൂം ഉണ്ട്. എല്ലാവരും നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ഫിനിഷ് ചെയ്തേക്കണം. ഇനി ഇതിൻ്റെ പുറത്തോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബാൽക്കണിയും ഉണ്ട്. ആ ബാൽക്കണി ഞാൻ കാണിച്ചു തരാം. കാരണം ബാൽക്കണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഒരുപാട് കാഴ്ചകളും കാണാൻ പറ്റും. ബാൽക്കണിയിലാണെങ്കിൽ ചെടിയും കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടിയുള്ളൊരു സ്പേസ് അത് കൊടുത്തിട്ടുണ്ട്. വാതിലൊന്ന് തുറന്നേക്കണേട്ടാ. ഇതാണ് നിങ്ങളുടെ ബാൽക്കണി വന്നത്. ഈ ബാൽക്കണിയിലാണെങ്കിൽ ചെടി നടാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അങ്കമാലിയാണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട് അതിൻ്റെ അത്. അപ്പോൾ അതിൻ്റെ നിയറസ്റ്റ് ഉള്ള 1 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ ഫെസിലിറ്റിയും ഓക്കെയാണ്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. പിന്നെ ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ 1,20,00,000 രൂപയാണ്. ഇവിടുന്ന് അങ്കമാലിക്ക് 7 കിലോമീറ്റർ, എയർപോർട്ടിലോട്ട് 12 കിലോമീറ്റർ, അവിടെ NH-47 വരെ 2.5 കിലോമീറ്റർ, ബസ് സ്റ്റോപ്പിലോട്ടാണെങ്കിൽ ഒരു 50 മീറ്റർ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അത്രയും സെറ്റപ്പുള്ളൊരു വീടാണ്. അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക.